ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചും കോവാലിനും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബൂസ്റ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിംഗ് ആണ്. 5 രൂപയുടെ ബൂസ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു 5 രൂപയുടെ ഒരു ബൂസ്റ്റ് വേണം, പിന്നെ പാല് വേണം. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഇതേപോലത്തെ പാല് ഒരു ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് പാലെടുക്കാം. 2 3. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റായ ബൂസ്റ്റ് ഇട്ടുകൊടുക്കുക. പിന്നെ അതിലേക്ക് മൈദപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കണം. നിറച്ചൊന്നും എടുക്കേണ്ട, ഒരു അത്യാവശ്യം എടുത്തിട്ട് 2 സ്പൂൺ മൈദപ്പൊടി എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാൽപ്പൊടി അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. നിറച്ചും എടുക്കണം കേട്ടോ. പാൽപ്പൊടിയും 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 സ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ 2 സ്പൂണ് മതി. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂണോടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുറക്കാം. ഇതേപോലെ കിട്ടും. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സാധനം ഒന്ന് ഇളക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് ഇതൊന്ന് ചൂടാവുന്നത് വരെ അത്യാവശ്യം നല്ല തീയിൽ തന്നെ ചൂടാക്കി എടുക്കണം. നമ്മൾ കൈ എടുക്കാൻ പാടില്ല. അത്യാവശ്യം ഇങ്ങനെ വെക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നല്ല രീതിയിലായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ കുറച്ച് പകുതിയാക്കി വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് മധുരം അടിച്ചു കഴിഞ്ഞിട്ടൊന്ന് മധുരം ഉണ്ടോയെന്നൊന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്പൂണോടെ ഇടുക, വേണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാവുന്ന വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് തലയൊക്കെ പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നെയ്യ്. ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് ലൂസാവും. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഒന്ന് തണുത്തിട്ട് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കാനാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി. അതിന് പുറത്താണ് വെക്കുന്നതെങ്കിൽ ഫ്രീസറിൻ്റെ അടിയിലേക്ക് വെക്കുന്നതിൽ ഒരു 2 മണിക്കൂറോളം ഇത് വെക്കണം. അപ്പോൾ നമുക്ക് വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് കുറച്ച് മേടിച്ചിട്ട് ഒന്ന് തൂളി കൊടുക്കുക. അപ്പം നമ്മുടെ പുഡിങ് നന്നായിട്ട് ശരിയായിട്ടുണ്ട്. ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടെ എന്തായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇതാക്കി വെക്കാം.